അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 6 തിങ്കളാഴ്ച. നേതൃസ്ഥാനത്തിരുന്ന് CPM-നെതിരെ പ്രവർത്തിക്കുന്ന MV ഗോവിന്ദനെ പാർട്ടി നശിക്കട്ടെ എന്ന ചിന്തയാണെന്നും പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിരിക്കാൻ അയാൾക്ക് നാണമില്ലേയെന്നും G. സുധാകരൻ MLA. MV ഗോവിന്ദൻ കമ്മ്യൂണിസ്റ്റല്ല, വെറും അധികപ്പറ്റാണ്. കസേരയിലിരുന്ന് ആളാകാതെ വായടയ്ക്കുന്നതാണ് നല്ലത്, സുധാകരൻ പറഞ്ഞു. സംസ്ഥാനത്തെ പോലീസ് സേനയിൽ അടിമുടി മാറ്റത്തിന് കളമൊരുങ്ങുന്നു. സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ മുതൽ മുകൾത്തട്ടിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ വരെ ഉൾപ്പെടുന്ന നിലവിലെ ഘടനയിൽ വലിയ അഴിച്ചുപണിക്കാണ് തുടക്കമിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് ചേരുന്ന ഉന്നതതല യോഗത്തിൽ ചർച്ച ചെയ്യും. PSC നിയമന തട്ടിപ്പ് ആഭ്യന്തര വിജിലൻസ് SP അന്വേഷിക്കും. പരീക്ഷ കൺട്രോളറുടെ അന്വേഷണം മരവിപ്പിക്കുമെന്ന് ചെയർമാൻ അറിയിച്ചു. അന്വേഷണ ചുമതല കൺട്രോളർക്ക് നൽകിയതിൽ വിമർശനവുമായി അംഗങ്ങൾ രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് അന്വേഷണം ആഭ്യന്തര വിജിലൻസ് SPക്ക് കൈമാറിയത്. നിയമസഭയ്ക്കുള്ളിൽ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഗുരുതരമായ വീഴ്ചകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഊരാളുങ്ങളുടേതടക്കം ക്രമവിരുദ്ധമായ കരാറുകൾ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റദ്ദാക്കി. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ ആരംഭിച്ചു. 3,59,890 വിദ്യാർത്ഥികളാണ് പ്രവേശനം നേടിയത്. 81,375 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നുണ്ട്. PM ശ്രീ വിഷയത്തിൽ മന്ത്രിസഭാ ഉപസമിതി എല്ലാ വശവും പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. UDF-മായി ചർച്ച ചെയ്യും. ഉപസമിതി റിപ്പോർട്ട് ഉടനെ സർക്കാരിന് സമർപ്പിക്കും. മുഖ്യമന്ത്രിയും സർക്കാരുമാണ് അന്തിമ തീരുമാനമെടുക്കുക. കേന്ദ്രത്തിന് തീരുമാനമെടുക്കാൻ അധികാരമുണ്ടെന്ന ഏകപക്ഷീയമായ കരാറിലാണ് LDF സർക്കാർ ഒപ്പുവെച്ചതെന്ന് മന്ത്രി വിമർശിച്ചു. കേരള സർവകലാശാലയുടെ പരീക്ഷാ ചോദ്യപേപ്പറിൽ തന്നെ ഉത്തരവും അച്ചടിച്ചു വന്നു. ഇന്ന് നടന്ന BSc 2ാം സെമസ്റ്റർ സ്റ്റാറ്റിസ്റ്റിക് പരീക്ഷയുടെ ചോദ്യപേപ്പറിലാണ് പിഴവ്. 5ാം ചോദ്യത്തിനൊപ്പം ആണ് ഉത്തരവും പ്രിന്റ് ചെയ്തത്. സംഭവം പരിശോധിക്കുമെന്ന് പരീക്ഷാ കൺട്രോളർ അറിയിച്ചു. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ 10 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് നാളെ. ആക്രമണവുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങൾ കോടതി നേരിട്ട് പരിശോധിക്കണമെന്ന് പ്രോസിക്യൂഷന്റെ ഹർജി കോടതി അംഗീകരിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണുമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. പകൽ സമയത്ത് 1 യൂണിറ്റ് വൈദ്യുതിക്ക് 1 പൈസയാണ് വില. എന്നാൽ രാത്രി 10 രൂപ കൊടുത്താൽ പോലും 1 യൂണിറ്റ് വൈദ്യുതി കിട്ടാനില്ല. അതിനാൽ മറ്റ് മാർഗങ്ങൾ ഉപയോഗിച്ച് ഉൽപ്പാദനം വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മഹാരാജാസ് കോളേജിലെ SFI നേതാവായിരുന്ന അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചു. കേസിലെ ആദ്യ 16 പ്രതികളെയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചത്. തൃശൂർ അമല ആശുപത്രിയിൽ നഴ്സുമാരുടെ ശമ്പളം വർദ്ധിപ്പിച്ച് സമരം ഒത്തുതീർപ്പാക്കിയെന്ന് വ്യാജ പ്രചാരണം നടത്തുന്നതായി അമല ഡയറക്ടർ ഫാദർ ജൂലിയസ് അറയ്ക്കൽ. കൂട്ടത്തോടെ പിരിച്ചുവിടപ്പെട്ട ജീവനക്കാർ ഇന്നും ഡോറോ ഹെൽത്തിൽ ജോലിക്ക് എത്തിയെങ്കിലും അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിക്കാതെ മാനേജ്മെന്റ്. കൂട്ടപ്പിരിച്ചുവിടൽ വിവാദമായതോടെ 10ാം തീയതി വരെ മരവിപ്പിക്കാമെന്ന ധാരണ ലംഘിച്ചുകൊണ്ടാണ് മാനേജ്മെന്റ് ജീവനക്കാർക്ക് പ്രവേശനം നിഷേധിച്ചത്. സൈക്കിളിൽ റോഡ് മുറിച്ചു കടക്കവേ ആംബുലൻസ് ഇടിച്ച് മസ്തിഷ്ക മരണം സംഭവിച്ച 7 വയസ്സുകാരൻ 5 പേർക്ക് പുതുജീവൻ നൽകും. തിരുനെൽവേലി സ്വദേശിയായ 7 വയസ്സുകാരൻ യാഷുവാനാണ് സംസ്ഥാനത്ത് 5 പേർക്ക് പുതുജീവൻ നൽകുന്നത്.
ബൈക്കിന്റെ ശബ്ദത്തെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ നെയ്യാറ്റിൻകര സ്വദേശിയായ മനു എന്ന 22-കാരനെ കൊലപ്പെടുത്തിയ കേസിൽ അച്ഛനും മക്കളുമടക്കം 4 പേർ പിടിയിൽ. അറസ്റ്റിലായവരിൽ ഒരാൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല. മനുവിന്റെ അയൽവാസികളായ ബിജുവിന്റെ മക്കളായ അമ്പാടി, മിഥുൻ, 17 വയസ്സുകാരനായ മറ്റൊരാൾ എന്നിവരാണ് അറസ്റ്റിലായത്. വിഴിഞ്ഞം സ്വർണ്ണപ്പണയ തട്ടിപ്പ് കേസിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച 2ാമത്തെ സ്ത്രീയും മരിച്ചു. വെങ്ങാനൂർ സ്വദേശി ഐശ്വര്യയാണ് മരിച്ചത്. വിഷം കഴിച്ച സുഹൃത്ത് അഞ്ജു കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി വീട്ടുതടങ്കലിൽ. ബാരുയിപൂരിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട 12 വയസ്സുകാരിയുടെ കുടുംബത്തെ സന്ദർശിക്കാൻ പോകുന്നത് തടയാനാണ് വീട്ടുതടങ്കലിലാക്കിയിരിക്കുന്നതെന്ന് മമത. BJP പ്രവർത്തകൻ പ്രതിയായ കേസ് ബംഗാളിൽ വലിയ പ്രതിഷേധത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹിന്ദുക്കളായ 2 പേരെ ഉൾപ്പെടുത്തി മധ്യപ്രദേശിലെ BJP സർക്കാർ സംസ്ഥാന വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചു. 2025 വഖഫ് ഭേദഗതി നിയമപ്രകാരമാണ് മധ്യപ്രദേശിലെ മോഹൻ യാദവ് സർക്കാരിന്റെ നടപടി. ഇതോടെ രാജ്യത്ത് ആദ്യമായി വഖഫ് ഭേദഗതി നിയമപ്രകാരം വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനമായി മധ്യപ്രദേശ് മാറി. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വിറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. ശ്രീറാം ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയായി ബജ്രംഗാൾ ബാഗ്ഡയെ തിരഞ്ഞെടുക്കണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത്. VHPയുടെ ദേശീയ അന്തർദേശീയ ജനറൽ സെക്രട്ടറിയാണ് ബാഗ്ഡ. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാഗ്ഡയുടെയും നിലവിലെ അംഗം കൃഷ്ണമോഹന്റെയും പേരുകൾ പരിഗണനയിലുണ്ട്. VHP ഇന്ദ്രപ്രസ്ഥ മേഖലാ സെക്രട്ടറി നീരജ് ദൗനേരിയുടെ പേരും ട്രസ്റ്റ് അംഗമായി പരിഗണനയിലുണ്ട്. ചമ്പത്ത് റായ് സെക്രട്ടറി സ്ഥാനത്തു നിന്ന് രാജിവെച്ചിരിക്കെ ഇന്ന് നടക്കുന്ന യോഗത്തിൽ തീരുമാനമുണ്ടാകും. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ തട്ടിപ്പിന് പിറകെ സംഭാവനയായി ലഭിച്ച 900 കിലോ വെള്ളി ഗുണമേന്മ പരിശോധിക്കാനെന്ന പേരിൽ 21 ലക്ഷം രൂപ ചെലവിട്ട് ഹൈദരാബാദിലേക്ക് അയച്ചെന്ന് റിപ്പോർട്ട്. ഹൈദരാബാദിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മിന്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിലേക്ക് പരിശോധനയ്ക്കായി അയച്ചെന്നാണ് ട്രസ്റ്റ് പറയുന്നത്. മുംബൈയിൽ കനത്ത മഴയെ തുടർന്ന് മാൻകുർദ് പ്രദേശത്ത് കെട്ടിടം തകർന്നു വീണ് 5 കുട്ടികളടക്കം 6 പേർ മരിച്ചു. ഇന്നലെ രാത്രി 8:30 മാൻകുർദിലെ ജനതാ നഗറിലുള്ള 3 നില വാടക കെട്ടിടമാണ് തകർന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ഇറാൻ കനത്ത സുരക്ഷയിൽ. ഇറാനിലെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിന്റെ ഭാഗമായി ടെഹ്റാനിലൂടെയുള്ള വിലാപയാത്ര ഇന്ന് നടക്കും. വ്യോമാതിർത്തി ഇന്ന് പൂർണ്ണമായും അടച്ചിടും. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ വീണ്ടും ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തി റഷ്യ. ഇന്ന് പുലർച്ചെയായിരുന്നു ആക്രമണം. തുർക്കിയിൽ നിർണായകമായ നാറ്റോ ഉച്ചകോടി തുടങ്ങുന്നതിന് ഒരു ദിവസം മുമ്പാണ് ആക്രമണം നടന്നത്. ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ചാണ് റഷ്യ ആക്രമണം നടത്തിയത്. ഇസ്രായേലിന് ഇന്ത്യയിൽ നിന്ന് വലിയ പിന്തുണയുണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേലിന്റെ ഏറ്റവും ശക്തരായ സഖ്യകക്ഷി US മാത്രമാണെന്ന അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു നെതന്യാഹു. ആതിഥേയരായ മെക്സിക്കോയെ 2-3 ഗോളിന് മുട്ടുകുത്തിച്ച് ഇംഗ്ലണ്ട് ക്വാർട്ടർ ഫൈനലിൽ. ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ ഇരട്ട ഗോളും ഹാരി കെയ്നിന്റെ 1 ഗോളുമാണ് ഇംഗ്ലണ്ടിന് വിജയം സമ്മാനിച്ചത്. ജൂലിയൻ കിനോനസ്, റൗൾ ജിമിനസ് എന്നിവരാണ് മെക്സിക്കോയുടെ ഗോളുകൾ നേടിയത്. മത്സരത്തിലൊന്നാകെ 6 മഞ്ഞക്കാർഡുകളും 1 ചുവപ്പ് കാർഡും റഫറിക്ക് പുറത്തെടുക്കേണ്ടി വന്നു. ബ്രസീലിയൻ ഫുട്ബോളിന്റെ സുവർണകാലത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് സൂപ്പർ താരം നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഫിഫ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ നോർവേയോട് ബ്രസീൽ തോറ്റു പുറത്തായതിന് തൊട്ടുപിറകെയാണ് 34-കാരനായ താരം വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ബ്രസീലിയൻ പുരുഷ ഫുട്ബോൾ ടീമിനായി ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയാണ് നെയ്മർ പടിയിറങ്ങുന്നത്. 129 മത്സരങ്ങളിൽ നിന്ന് 80 ഗോളുകളാണ് താരം സ്വന്തം പേരിൽ കുറിച്ചത്. ഫിഫ ലോകകപ്പിൽ
പ്രീ ക്വാർട്ടർ മത്സരത്തിന് മുമ്പ് അമേരിക്കൻ താരം ഫോളറിൻ ബലോഗന്റെ സസ്പെൻഷൻ ഫിഫ നീക്കി. പ്രീ ക്വാർട്ടറിൽ ബെൽജിയത്തെ നേരിടാനിരിക്കെയാണ് താരത്തിന്റെ സസ്പെൻഷൻ നീക്കിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലിനെ തുടർന്നാണ് സസ്പെൻഷൻ പിൻവലിച്ചതെന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.